എന്താണ് ഒരു വിശ്വാസി ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാനൊരു കൽബിലുണ്ടാകൽ, അതിൻ്റെ മർമ്മങ്ങൾ എന്താണ്? ഇത്തരം വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. 6 കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. അതിലൊന്ന് നാം വിശ്വാസത്തിലെടുക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ചർച്ചക്കെടുക്കുന്നു എന്ന് മാത്രം. അള്ളാഹു എന്ന പദം തന്നെ ഒന്നാമതായി നമ്മളെ സ്ട്രൈക്ക് ചെയ്യേണ്ട, നമ്മളെ ആകർഷിക്കേണ്ട ഒരു വശമാണ്. ഒരുപക്ഷെ ആ പദം തന്നെ ഏറെ അത്ഭുതമാണ്. അള്ളാഹു എന്ന ആ ഒരു ഇസ്മ ലോകത്തിന്ന് വരെ ഒരാളും ഒരു മത്സര ബുദ്ധിയ പോലും മറ്റൊരാൾക്ക് ഉപയോഗിക്കാത്ത ഒന്നാണ് അള്ളാഹു എന്ന പേര്. അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലെ നല്ല വശങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹു എന്ന ആ ഒരു അത്ഭുതപരമായ പ്രയോഗം. അത് പ്രയോഗിക്കുന്ന സമയത്ത് തന്നെ അതിലൊരുപാട് അത്ഭുതങ്ങളുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ അതുണ്ടാക്കി തീർക്കുന്ന മാസ്മരികതകൾ ഇതൊരുപാടുണ്ട്. അതിപ്പോൾ ഇന്ന് ചർച്ചക്കെടുത്താൽ ദീർഘിച്ചു പോകും. ഒരുപക്ഷെ അത് അതികഠിനമായൊരു വിഷയമാകാൻ പോലും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഇന്ന് കിടക്കുന്നില്ല. അള്ളാഹു എന്ന പദം അതെത്രമാത്രം ആസ്വാദ്യകരമാണ്, എത്രമാത്രം ഗ്രാഹ്യമാണ്, അതെത്രമാത്രം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു, അത് ഏതൊക്കെ ലെവലിൽ ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു എന്നത് ഒരുപാട് ദിശയിലൂടെ ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതുപോലെ ഭക്ഷണം ഒരുപാട് ദിശയിലൂടെ മനുഷ്യനിൽ പ്രവർത്തിക്കും. ഇപ്പോൾ ഒരു ആള് ഒരു പായസം കുടിക്കുകയാണ്, അതിൻ്റെ ടേസ്റ്റ് മധുരമാണ്. ഒരാൾ ബിരിയാണി കഴിക്കുകയാണ്, അതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ്. ഒരാൾ അച്ചാർ കൂട്ടുകയാണ്, അതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ്. ഒരാൾ തൈര് കൂട്ടുകയാണ്, അതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ്. എല്ലാം ഭക്ഷണം എന്ന ആ ഒരു തസ്തികയിലാണ്. ഇതുപോലെ ഈ അള്ളാഹു എന്നതിന് തന്നെ ധാരാളം ടേസ്റ്റുകൾ മനുഷ്യൻ അനുഭവിക്കുന്നതുണ്ട്. എന്നാൽ നമ്മളതിലെ വിശ്വാസത്തിലേക്ക് വരാം. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വിശ്വസിക്കുന്നത് ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ഒരാരാധ്യൻ ഇല്ല എന്നാണ്. അള്ളാഹു ഇലാഹാണ് എന്ന പദത്തേക്കാൾ ഇവിടെ ശ്രദ്ധേയമാണ് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന പ്രയോഗം. അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ. ഇലാഹ്, മഅബൂദ്, ആരാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ആരാധ്യനാണ്, ആരാധനക്കർഹനാണ് എന്ന വിശ്വാസത്തിൻ്റെ പേരിലുള്ള വഴക്കത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. ഈ കക്ഷി, ആ ഒരു ശക്തി ആരാധനക്കർഹനാണ് എന്ന വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ചലനങ്ങളെല്ലാം ആരാധനയാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലെ ചലനങ്ങളിലൊന്നാണ് ഖിയാം, നിൽക്കൽ. വാപ്പ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, ഉസ്താദ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, നാം ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, നാം ജോലി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അതിൻ്റെ ഓണർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഇതെല്ലാം ബഹുമാനമാണ്. പക്ഷേ അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അത് ഇബാദത്താണ്. കാരണം ആ അള്ളാഹുവിനെ കുറിച്ച് നാം വെച്ചു പുലർത്തുന്ന വിശ്വാസം അള്ളാഹു ആരാധനക്കർഹനാണ് എന്നതാണ്. ആരാധനക്കർഹൻ എന്നത് എന്താണ്? അവൻ നമ്മുടെ സ്രഷ്ടാവാണ്. നമ്മുടെയും നമുക്കാവശ്യമുള്ള എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് അള്ളാഹുവാണ്. ഈ വിശ്വാസമാണ് ആരാധനക്കർഹൻ എന്നിടത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചവൻ, നമുക്കാവശ്യം, നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കാൻ ഈ പ്രപഞ്ചം ആവശ്യമാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവാണ് അള്ളാഹു എന്ന വിശ്വാസമാണ് അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഒന്നുകൂടി ആ മർമ്മത്തിലേക്ക് വരാം. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു ഇലാഹാണ് എന്ന് പറയുന്നതിന് പകരം അള്ളാഹു അല്ലാതെ ആരാധ്യൻ ഇല്ല എന്ന് പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം? അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്ത് പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ അടുത്ത ഇത് പറയുന്നത് ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ്. ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസധാര മനസ്സിലേക്ക് വരുന്ന സമയത്ത് വിശ്വാസത്തിന്റെ പ്രോസസ്സ് എന്താണ്? ഫമൻ യക്ഫുർ ബിത്താഗൂത്. ഇവിടെ ത്വാഗൂത്ത് എന്താണ്? നേരത്തെ അള്ളാഹുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹു അല്ലാത്ത പലതിനെയും ആരാധിക്കുന്നവർ,
ആരാധിക്കുന്നവർ ആരാധനയ്ക്ക് വേണ്ടി സ്വീകരിച്ച കേന്ദ്രങ്ങളാണ് ഇവിടെ ത്വാഗൂത്ത്. അതെന്തൊക്കെയാ? ചിലത് ബിംബങ്ങളാണ്. ബിംബങ്ങൾ തന്നെ ചില ബിംബങ്ങൾ മഹാന്മാരുടെ പേരിലുള്ളതാണ്, കഴിഞ്ഞുപോയ മഹാന്മാരുടെ പേരിലുള്ളതാണ്. ഈ അങ്ങനെയുള്ള ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പിന്നെയോ ജീവികളെ ആരാധിക്കുന്നവരുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് പലതരം ജീവികളെ ആരാധിക്കുന്നവർ. അതുപോലെ ജീവനൊന്നും ഇല്ലാത്ത വസ്തുക്കൾ, തടാകത്തെ ആരാധിക്കുന്നവർ. എന്താണ് ആരാധനക്ക് മർമ്മമാകുന്നത്? ഈ ആരാധിക്കപ്പെടുന്ന വസ്തുവിൽ ഒരു വലിയ കൗതുകമുണ്ട്. ആ കൗതുകത്തിൻ്റെ പേരിൽ അതിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ശരിക്കും നാം നമ്മെ സബ്മിറ്റ് ചെയ്യുന്നു, സമർപ്പിക്കുന്നു. നാം നമ്മെ സമർപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ സുജൂദ് ചെയ്യുന്നു. സുജൂദ് സമർപ്പണത്തിൻ്റെ ഒരു സൂചകമാണ്. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസത്തിൻ്റെ പേരിൽ സമർപ്പിക്കുന്നു എന്നതിൻ്റെ സിംറ്റമാണ്, സിമ്പലാണ്, അതിൻ്റെ സൂചകമാണ് നാം നെറ്റിവെച്ച് കുമ്പിടുന്നു. ഇവിടെ ഈ ഇബാദത്തിൻ്റെ മർമ്മം കൊണ്ടുപോയി സ്ഥാപിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ അതിന് പ്രേരിപ്പിച്ച വിശ്വാസം, ധാരണ എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ഹയ്യാണ്, അല്ലാഹു ഖയ്യൂമാണ്. എന്താണ് ഹയ്യ്? ഹയാത്ത്, ജീവൻ, ജീവിതം, ജീവൻ. ഈ ജീവൻ എന്നത് നമുക്കുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അപ്പം എനിക്ക് ജീവനുണ്ട് എന്ന് പറയുന്നത് അതേതുപോലെയാണെന്നറിയോ? ഞാനിവിടെ കൈതപ്പൊയിൽ ബസ് കാത്തു നിൽക്കുകയാണ്. എനിക്ക് പോകേണ്ടത് കോഴിക്കോടേക്കാണ്. അപ്പം ഞാനൊരു 10-15 മിനിറ്റായി കാത്തു നിൽക്കുന്നു. അപ്പം എൻ്റെ കൂടെ ഒരാൾ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾ ചോദിച്ചു, ഉസ്താദിന് എവിടത്തേക്കാണ്? ഞാനിങ്ങനെ കോഴിക്കോടേക്കാണ്. നിങ്ങളോ? ഞാൻ ഇവിടെ ഒരാൾ വയനാട്ടിൽ നിന്ന് വരാനുണ്ട്, അയാളെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അയാൾ ഇന്ന ആളാണ്. അങ്ങനെ സംസാരിച്ച് ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് നല്ല പരിചയമായി. അങ്ങനെ എൻ്റെ ബസ്, കോഴിക്കോടേക്കുള്ള ബസ്, TT ബസ് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബസ് വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് എൻ്റെ ബസ് വരുന്നുണ്ട് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. സത്യത്തിൽ എൻ്റെ ബസ്സാണോ അത്? എൻ്റെ ബസ് എന്ന് പറയാൻ അവിടെയുള്ള ആ നിസ്ബയുടെ കാരണം എന്ത് മാത്രമാണ്? ഞാൻ വെയിറ്റ് ചെയ്ത ബസ് എന്ന് മാത്രമാണ്. ഞാൻ വെയിറ്റ് ചെയ്ത ബസ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇവിടെ എൻ്റെ ഹയാത്ത് എന്ന് പറയുന്നത്, എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എവിടെയാ എനിക്ക് ഉടമസ്ഥത ഉള്ളത്? ഞാൻ ജീവിക്കണം, എനിക്ക് ജന്മം വേണം, ഞാൻ തീരുമാനിച്ചോ? ഇല്ല. ചിലരൊക്കെ പറയും എൻ്റെ മാതാപിതാക്കളാണ് എന്ന് പറയുന്ന ഒരു തസ്തിക കാണാം. കാരണം എന്താ? ബയോളജി പഠിച്ച ഒരാൾക്ക് ഒരു മനുഷ്യനുണ്ടാകുന്നത് ഒരു അണ്ടവും ബീജവും സങ്കലിച്ചു. അത് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ചില ടേംസ് അതിൻ്റെതായ സമയപരിധിയായപ്പോൾ അതിൽ ജീവൻ വന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടാളെ കാണാനുള്ളൂ. ഒന്ന് ഉമ്മയും ഒന്ന് വാപ്പയും. രണ്ടാളെ കാണാനുള്ളൂ. അങ്ങനെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഇവർ രണ്ടാളാണ് ഇതിൻ്റെ ആളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരോട് ആലോചിച്ച് നോക്ക്, ഈ ആൾക്ക് ജീവൻ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നതിൽ അവർക്ക് റോളുണ്ടോ? ഇല്ല. അവരവരുടേതായ ചില വർക്കുകൾ ചെയ്തു എന്നതിൽ കവിഞ്ഞ് ഈ സമയത്ത് ഈ സംയോജിച്ച ഈ പോയിന്റിലേക്ക്, ഈ ഒരു മെറ്റീരിയലിലേക്ക് ജീവൻ കൊണ്ടുവരാൻ ഒരു മാതാവിനോ പിതാവിനോ അവരുടെ ഡിസിഷനിൽ, അവരുടെ തീരുമാനത്തിൽ യാതൊരു പങ്കുമില്ല. എങ്കിൽ ഇവിടെ ഹയ്യ് എന്ന് പറയുന്നതിന് ഉടമസ്ഥാവകാശമുള്ളൊരു ഹയ്യ് ആര് മാത്രമാണ്? അത് അല്ലാഹു മാത്രമാണ്. അവൻ്റെ ഹയാത്തിന് അവൻ ഉടമസ്ഥനാണ്. അതിന് മറ്റൊരാൾക്കും പങ്കില്ല. നമ്മുടേതിൽ നമുക്ക് പങ്കന്നില്ല. നമുക്കങ്ങനെ ഒരു ഡിസിഷനേ ഇല്ല. നമുക്കങ്ങനെ ഒരു തീരുമാനം തന്നെ ഇല്ല. ഞാൻ ഇന്ന സമയത്ത് ജനിക്കണമെന്ന് തീരുമാനിച്ച ഒരാളെയും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കാണാൻ കഴിയില്ല. അൽ ഹയ്യ് അൽ ഖയ്യൂം. അല്ലാഹു ഖയ്യൂമാണ്. ഈ പ്രപഞ്ചം എത്ര ഭംഗിയായാണ് രാവിലെയാകുന്നത്, എത്ര ഭംഗിയായാണ്, എത്ര ബ്യൂട്ടിഫുള്ളായാണ് രാത്രിയാകുന്നത്. നമുക്ക് അതിൻ്റെ കൗതുകം ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന ദിശയിൽ നിന്ന്, ആംഗിളിൽ നിന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ പ്ലാനറ്റോറിയത്തിൽ പോയിട്ട് ഒരു രാവുണ്ടാകുന്നതിൻ്റെയും പകലുണ്ടാകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കാണുമ്പോഴാണ്, ഓ ഇത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നോ, ഇത്രമേൽ മഹത്വമായിരുന്നോ, ഇത്രമേൽ കൗതുകപൂർണമായിരുന്നോ ഈ രാവും പകലും എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഇങ്ങനെയെല്ലാം ഉള്ള രാവും പകലും കൃത്യതയോടെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഖയ്യൂം. ഈ പ്രപഞ്ചത്തിന് എന്തുമാത്രം ശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ ശാസ്ത്ര സത്യങ്ങൾ തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിന് റോളുണ്ടോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ
ഏത് ചെറിയൊരു വസ്തുവിൽ ചെന്ന് പരിശോധിച്ചാലും അതിലെല്ലാം കൗതുകങ്ങൾ. ഉദാഹരണത്തിന്, ഞാനിങ്ങനെ കൈപൊക്കി പിടിച്ചിരിക്കുന്നു. ഈ കയ്യിലെ എൻ്റെ വിരൽക്കൊടി, ഈ വിരൽക്കൊടി ഒരു മഷിയിൽ മുക്കിയിട്ട് അതൊരു ഇടത്ത് പതിപ്പിച്ചാൽ ആ വിരലടയാളം അത് വ്യത്യസ്തമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന 100 ആളുണ്ടെങ്കിൽ ഈ 100 ആളിൽ അല്ല, ഇപ്പം ജീവിച്ചിരിക്കുന്ന ഇത്ര കോടി മനുഷ്യർ, ആ കോടി മനുഷ്യരിൽ ഈ ഒരു വിരൽ എന്നെ വ്യത്യസ്തനാക്കാൻ മാത്രം മതിയായതാണ്. ആരാണ് ഇതിൻ്റെ പ്രവർത്തിച്ചത്? ആർക്കാണ് ഇങ്ങനെ ഒരു സാമർഥ്യമുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കാൻ കഴിഞ്ഞത്? ഇവിടെ ഒരാൾക്കും അവകാശവാദം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കൗതുകത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ പോലും വളരാത്ത അങ്ങനെയുള്ളൊരു യുഗത്തിൽ നുസവ്വിയ ബനാനഹു എന്ന് അത്ഭുതപൂർവമായി ഈ വിരലടയാളത്തെ നാം രൂപപ്പെടുത്തി എന്ന് പ്രസ്താവിക്കാൻ ശേഷിയുള്ളവൻ അവൻ അള്ളാഹുവാണ്. അവൻ നടത്തിപ്പുകാരനാണ്. അൽ ഖയ്യൂം. ഒരു സമ്പൂർണനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അള്ളാഹു ഒരു കണ്ണ് തുറന്നിരിക്കുന്ന ഒരു മനുഷ്യന്, മനസ്സ് തുറന്നിരിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാകും വിധം അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തി. ഇവിടെ എത്ര മനുഷ്യർ ജീവിച്ചു? മനുഷ്യ ചരിത്രത്തിൽ ഒരുപാട് മനുഷ്യർ ജീവിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം നടക്കാവുന്ന ലോകത്തുടനീളം ലോകത്തോരോ സെക്കൻഡിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മഹത്വം ഉറക്കെ വിളിച്ചു പറയപ്പെടുന്ന രീതിയിൽ ഒരു സംവിധാനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ പ്രഖ്യാപനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉച്ചൈസ്തരം പ്രഖ്യാപിക്കപ്പെടുക, ഇത് ആർക്ക് മാത്രം സാധിക്കുന്നതാണ്? ഒരു സ്രഷ്ടാവിനെ ഇത്ര കൗതുകപൂർണമായി ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. എന്തും എല്ലാ ഭാഗങ്ങളിലൂടെ നോക്കിയാലും അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചോതുന്ന പ്രപഞ്ചത്തിൻ്റെ ഓരോ തരികളും. നിങ്ങൾ നോക്കൂ, വൽ അർളി ദാത്തി സ്വദ, ഭൂമിയെക്കുറിച്ച് സത്യം ചെയ്യുമ്പോൾ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചു ഭൂമി ദാത്തുസ്വദ ആണ്. എന്താണ് ദാത്തുസ്വദ? ഭൂമിയുടെ ഏറ്റവും മേലെയുള്ള ഒരു അടി മണ്ണ് അതെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരുപക്ഷെ അത് കിളക്കണമെങ്കിൽ വളരെ ഉറപ്പുള്ള മൺവട്ടി വേണം, കൈക്കോട്ട് വേണം. പക്ഷേ ഇത്ര ഉറപ്പുള്ള കൈക്കോട്ട് കൊണ്ട് കിളക്കാൻ പ്രയാസപ്പെടുന്ന ഭൂമിയുടെ മേലേത്തട്ടിലെ ഒരു പിടി മണ്ണെടുത്താൽ, ഒരു അടി മണ്ണെടുത്താൽ, ആ ഒരടി മണ്ണിൽ ആയിരക്കണക്കിന് സൂക്ഷ്മജീവികൾ ജീവിക്കുന്നു. ആ സൂക്ഷ്മജീവികൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഈ വിടവ് സംവിധാനിച്ചു എന്നത് ഭൂമിയിലെ ഒരു അത്ഭുതമാണ്. ഇങ്ങനെ എല്ലാ ഘടകങ്ങളിലും ഇതെല്ലാം കണ്ടെത്തുന്നതിൻ്റെ എത്രയോ മുമ്പാണ് ഇതിൽ കൗതുകം പ്രഖ്യാപിക്കുന്നത്. മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. മനുഷ്യനെ കുറിച്ച് ഖുർആൻ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു. ആ പദം ഇച്ചിരി വിശദീകരിക്കേണ്ടതാണ്. വിശദീകരിച്ചാലും എത്രമാത്രം സമർത്ഥിക്കാൻ കഴിയുമെന്നുള്ളത് ആശങ്കയുള്ളതുമാണ്. കാരണം ഖുതില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്ന്. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ കൊല്ലപ്പെട്ടു. ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നൊരു ഫ്രൈസാണ്. എന്തിനാ ഫ്രൈസ് ഉപയോഗിച്ചെന്നറിയോ? എന്താ ഇവരിങ്ങനെ ഈ ചോദ്യം, ആ ഒരു മീനിങ് ലെവൽ, ആ ഒരു മീനിങ് സ്റ്റൈൽ ഉൾക്കൊള്ളുന്നൊരു പ്രയോഗമാണ് ഖുതിലൽ ഇൻസാൻ. എന്താ മനുഷ്യൻ ഇങ്ങനെ? എന്തേ അങ്ങനെ പറയാൻ? മാ അക്ഫറഹു. ഈ മാ അക്ഫറഹു എന്നത് മറ്റൊരു ഫ്രൈസാണ്. എന്താ? മനുഷ്യന് എങ്ങനെയാണ് ഒരു നന്ദികേട് കാണിക്കാൻ പറ്റുന്നത് എന്നാണ്. ഈ മാ അക്ഫറഹു എന്നത് അറബിയിൽ തഅജ്ജുബിൻ്റെ സുയഗ എന്നാണ് പറയുക. എന്താ തഅജ്ജുബിൻ്റെ സുയഗ എന്ന് പറഞ്ഞാൽ? അത്ഭുതമാണ് ഈ വിഷയമെന്ന് പറയാനാണ് ഈ പ്രയോഗം വരിക. അത്ഭുതമാണ്. അപ്പം മനുഷ്യൻ നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. മനുഷ്യൻ നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. മാഗ്ഫറഹു. എന്തിനാ മനുഷ്യൻ നന്ദി കാണിക്കേണ്ടത്? അത് വിശദീകരിച്ചാലൊക്കെ അങ്ങനെ പോകും. എന്നാൽ വിശദീകരിക്കാതെ ഈ മർമ്മത്തിലേക്ക് തിരിച്ചെത്താനാണ് ശ്രമിക്കുന്നത്. മാഗ്ഫറഹു, എന്താണ് നന്ദി കാണിക്കാൻ മാത്രം മനുഷ്യനിലുള്ളത്? മിൻ അയ്യി ഷൈഇൻ ഖലഖഹു. മനുഷ്യനെ ഏതു വസ്തുവിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? മനുഷ്യൻ നന്ദി കാണിക്കണം. അതിൽ മുസ്ലിം അല്ല, മനുഷ്യൻ നന്ദി കാണിക്കണം. അതിനെന്താ പോയിന്റ്? മിൻ അയ്യി ഷൈഇൻ ഖലഖഹു. ഏതു വസ്തുവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ഷൈ എന്ന പ്രയോഗം അത് ഒരു വല്ലാത്തൊരു പ്രയോഗമാണ്. അത് എന്തോ ഒരു വസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നിസ്സാരമായി ഗണിക്കപ്പെടാൻ അത്രയും പോന്ന ഒരു വസ്തുവിനാണ് ഷൈ, ഒരു വസ്തു. അപ്പോൾ
അത് പ്രയോഗിച്ചിട്ടാണ് അടുത്തത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. മിന്നു തുഫത്തിൻ ഖലഖ, അവിടെ ഖലഖഹു നിർത്തിയില്ല, മിന്നു തുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. അവിടെ ഒരു നുതുഫത്തിൽ നിന്ന് അഥവാ ഒരു ബീജത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് ഫഖദ്ദറഹു, അതിൽ അള്ളാഹു തഖ്ദീർ ഉണ്ടാക്കി. അവിടെ ഒരു നുതുഫത്ത് എന്നത് എന്താണ്? ഒരു തവണ ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ, മനിയിൽ, ശുക്ലത്തിൽ 50 കോടി ബീജമുണ്ട്. അതിൽ ഒന്നേ ഒരു മനുഷ്യന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ളൂ. ഇതിനെ സൂചിപ്പിക്കാനാണ് നുതുഫത്ത് എന്നതിനെ അങ്ങനെ നെക്രയായി പ്രയോഗിച്ചത്. അപ്പോൾ ഈ ഒറ്റ ബീജത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് മനുഷ്യൻ നന്ദി ചെയ്യേണ്ട ഘടകമാണോ? പോയിന്റ് 1 നോക്ക്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ ഒരു എക്സ്പോ ഒരിക്കൽ കാണാനിടയായി. ഏകദേശം 4-5 മണിക്കൂർ ദൈർഘ്യമേറിയ എക്സ്പോ. അതിൽ ഒരു ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു മനുഷ്യൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്ന കോശം അഥവാ ഒരു ബീജത്തിലെ ഒരു കോശം, ഈ ഒരു കോശത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് 23 ജോഡി ക്രോമസോമുകളാണ്. ഈ ക്രോമസോമുകൾ ചില പ്രത്യേക എൻസൈമുകളുടെയും ചില പ്രത്യേക ഹോർമോണുകളുടെയും പ്രസൻസിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുന്നത് ഏകദേശം 10, 15, 20 വർഷം നടന്ന മെഡിക്കൽ ഏരിയയിൽ നടന്ന പഠനമാണത്. 90 ശേഷം 2010 വരെ ദൈർഘ്യമേറിയ പഠനം നടന്നൊരു മേഖലയാണത്. ആ പഠനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നടന്നിരുന്ന അതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്. അതായത് തുടക്കം മറ്റൊരു ആംഗിളായിരുന്നു. തുടക്കത്തിൽ സയൻസ് പ്രഖ്യാപിച്ചിരുന്നത് ഈ ക്രോമസോമുകൾ അതൊരു ലാംഗ്വേജ് ആണ്. ക്രോമസോമുകളുടെ ഘടന ഒരു കോവണിയുടെ സ്റ്റെയർകേസ് സ്റ്റൈലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻ അതൊരു ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് അതിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. അത് പഠിക്കാൻ പറ്റിയാൽ നമുക്ക് തന്നെ തിരുത്താം. അപ്പോൾ ഈ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങൾ തിരുത്താൻ ഈ ലാംഗ്വേജ് ഉപകാരപ്പെടുമെന്ന ഒരു ദിശയിൽ നിന്നുകൊണ്ടാണ് ആ പഠനം നടന്നത്. പക്ഷേ കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? അതിൽ തൊട്ട് കളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തൊട്ടയിടത്ത് അവസാനിപ്പിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് ഖുർആൻ പറഞ്ഞത് എത്ര ഭംഗിയായിട്ടാണ്, ഫഖദ്ദറഹു. ആ ഖദ്ദറഹു എന്നുള്ളതിനെ കുറിച്ച് മെഡിക്കൽ സയൻസ്, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിൽ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഈ ഒറ്റ കോശത്തിൽ അവൻ്റെ 4 തലമുറയുടെ ശരീരത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പുസ്തകമാണ്. വലിയ പുസ്തകം കണക്കെ വിശദീകരണങ്ങളുള്ള ഒരു ഇതാണ്. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത ഒരു കോശം, ആ ഒരു കോശത്തിൻ്റെ ഘടന അത്രയുണ്ട്. ഇത് പറയുകയാണ് ഫഖദ്ദറഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. ഞാൻ അതാലോചിച്ചു, അതെന്നെ മതിയല്ലോ. അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വക്താവായ ഒരു മനുഷ്യൻ മാറാൻ ഈ ഒരു ദിശ മതി. ഇനി അവിടെ തീർന്നുണ്ടോ? മറ്റൊരു ദിശയിലൂടെ ചിന്തിച്ചു നോക്ക്. നുത്ഫത്ത് പുറപ്പെടുന്നത് ഏതിലൂടെയാണ്? മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിലൂടെയാണ്, അവൻ്റെ ലൈംഗികാവയത്തിലൂടെയാണ്. ഈ യുറീത്രയുടെ ഈ പാസേജ്, ആ പാസേജ് തന്നെയാണ് യൂറിൻ പാസേജും. യൂറിൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മാരകമായ വിഷാംശം ഉൾക്കൊള്ളുന്ന മെറ്റീരിയലാണത്. ആ വിഷാംശം പുറപ്പെടുന്ന സെയിം പാത്തിലൂടെ വേണം ഈ നുത്ഫത്ത് വരാൻ. പക്ഷേ ആ നുത്ഫത്തിന് പരുക്കേൽക്കുന്ന ഒന്നും ടച്ച് ചെയ്യാതെ ആ നുത്ഫത്ത് ഇവിടേക്ക് വരും, സെർവിക്സിലേക്ക് വരും. ഇത് മനസ്സിലാക്കിയാൽ എത്രമേൽ മാഗ്ഫറഹു. ഇത് മനസ്സിലാക്കിയ ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്, മെഡിക്കൽ സയൻസിൻ്റെ സ്റ്റുഡൻറ് എങ്ങനെ പിന്നെ അള്ളാഹുവിൻ്റെ ആളാകാതെ പോകുന്നത് എങ്ങനെ? ഇനിയും ഒരുപാട് ദിശയുണ്ട് അവിടെ. എനിക്ക് എൻ്റെ ചെറിയ പരിമിതമായ വായനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നിന്ന ഒരു ഭാഗമാണിത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. പിന്നെയോ അവിടെ നിർത്തിയില്ല. തുമ്മ സബീല യസ്സറ. അതിന് കണ്ണിൻ്റെ കാഴ്ച വളരെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവരെവിടെ നിൽക്കുമെന്നറിയോ? മനുഷ്യൻ പുറപ്പെട്ട വഴി. ആ പുറപ്പെട്ട വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാതാവിൻ്റെ ഈ വഴിയിലൂടെ കുഞ്ഞ് ജനിക്കുന്നു. ആ ജനിച്ച വഴിയിലൂടെ അടുത്ത സെക്കൻഡിൽ ആ കുഞ്ഞിനെ തിരിച്ചയക്കാൻ ശ്രമിച്ചു നോക്കിയാൽ കുഞ്ഞും തള്ളയും മരിച്ചു പോകും. എന്നാൽ ഈ പ്രോസസ്സിങ്ങിലൂടെ കോടിക്കണക്കിന് മനുഷ്യൻ ജന്മം കൊള്ളുന്നു. സുമ്മ സബീല യസ്സറഹു. ആരാണ് ഹ്യൂമൻ ബോഡിയിൽ ഈ ഒരു റൂൾ ഉണ്ടാക്കിയത്? ആരാ? ജനിക്കുമ്പോൾ ഈ മദർ,
ഈ ഗർഭസ്ഥ ശിശുവിനെ ഉൾക്കൊള്ളുന്ന ഈ ബോഡി, ഹ്യൂമൻ ബോഡിക്ക് ഇങ്ങനൊരു സേഫ്റ്റി ഉണ്ടാകണം എന്ന റൂൾ ആര് വെച്ചു? ശരീരത്തിൻ്റെ ഈ ഒരു മംഫദ്, ഈ ഒരു ദ്വാരം, ആ ദ്വാരത്തിന് ഇത്ര വികസിക്കാനുള്ള ശേഷി ആ നിമിഷം ഉണ്ടാകണമെന്ന് ഇവിടെ സയൻറ്റിസ്റ്റ് ആരെങ്കിലും തീരുമാനിച്ചതാണോ? ഇവിടെ ഏതെങ്കിലും ഒരു അതോറിറ്റിക്ക് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റുമോ? എന്നാൽ ഇതേക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ പോലും വളരാത്തൊരു കാലത്ത് അതേക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായി പ്രഖ്യാപിച്ചു. മനുഷ്യൻ നന്ദി കാണിക്കാൻ മാത്രം മതിയായ മഹത്വം എണ്ണിപ്പറഞ്ഞു. സുമ്മസ്സബീല യസറഹു. ഈ അസ്സബീൽ, ഈ റൂട്ട്, അതിനെ ലഘുവൽക്കരിച്ചു. ഇതൊരു മനുഷ്യൻ ചിന്തിച്ചാൽ അതിൻ്റെ പേരിൽ സുജൂദ് ചെയ്യണം, അതിൻ്റെ പേരിൽ ഞാൻ ആ സ്രഷ്ടാവിൻ്റെ ആളാണെന്ന് പറയാൻ പറ്റണം, അതിൻ്റെ പേരിൽ ഞാൻ ആ സ്രഷ്ടാവിൻ്റെ ഇഷ്ടഭാജനമാണ് എന്ന് പറയാൻ പറ്റണം. അത്രമേൽ മഹത്വമുള്ള നന്ദി ആവശ്യമുള്ള ലോകമാണ് സുമ്മസ്സബീല യസറഹു. ഇനിയും അർത്ഥമുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് നോക്ക്. നമ്മളിപ്പോൾ ഇറാനിൽ ഈ ഒരു യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ നമ്മുടെ പള്ളികൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ എല്ലാ പള്ളികളിൽ നിന്നും ദുആ നടക്കുന്നു. പക്ഷേ നമ്മൾ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലെല്ലാം നമ്മുടെ ചർച്ച വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയുണ്ട്? ഇറാനിലുണ്ട്, അല്ലെങ്കിൽ ബഹ്റൈനിലുണ്ട്, ഈ യുഎസിന് താവളം കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ നമ്മളെ പ്രിയപ്പെട്ടവരുണ്ട്. അവിടുത്തെ ലാംഗ്വേജ് ഏതാ? മലയാളമാണോ? അല്ല. ഇത്ര ലാംഗ്വേജ് വ്യത്യാസമുള്ള നാട്ടിൽ പോയി നമുക്ക് കുടുംബത്തിനാവശ്യമായ ഈ ജീവിത വ്യവസ്ഥിതി അത് തേടിയെടുക്കാൻ അസ്സബീൽ, ആ റൂട്ട്, ആ ലൈഫ് റൂട്ട്, ഇത് എളുപ്പമാക്കിയത് ആരാ? മലയാളം ലാംഗ്വേജ് ഉള്ളവന് അറബി ലാംഗ്വേജ്, വ്യത്യസ്ത സ്ലാങ്ങുകൾ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അറബിയിൽ തന്നെ വ്യത്യസ്തത ഉൾക്കൊള്ളുന്ന ആ ലാംഗ്വേജ്, അതൊരു മനുഷ്യൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആരാണ് ആ നിയമം ഉണ്ടാക്കിയത്? ഒരു ഭാഷക്കാരന് മറ്റൊരു ഭാഷയെ ഇത്ര ലാഘവത്തോടെ നേടിയെടുക്കാം എന്ന നിയമം, എന്ന ആ സ്റ്റൈൽ ആരുണ്ടാക്കി? അസ്സബീല യസ്സറഹു. മനുഷ്യൻ്റെ ജീവിതത്തെ അള്ളാഹു എളുപ്പവൽക്കരിച്ചു. പുതിയ ലോകത്ത്, അപ്ഡേറ്റഡ് പോസിറ്റീവ് സൈക്കോളജി ലോകത്തുള്ളവരൊക്കെ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു, ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം വളരെ എളുപ്പമാണ്. പക്ഷെ വിവരമില്ലാത്തവർ പറയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പാടാണ് എന്ന്. അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഒന്നാമത്തെ അറ്റം ജന്മമാണ്. ജന്മം നമ്മുടെ കയ്യിലില്ല. നമ്മൾ തീരുമാനിച്ച് ജനിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ അറ്റം മരണമാണ്. മരണം നമ്മുടെ കയ്യിലുണ്ടോ? പിന്നെ എവിടെയാണ് കൂട്ടിമുട്ടിക്കലുള്ളത്? അങ്ങനെ ഒരു സംഭവമില്ല. ഉള്ളത് ഈ നിമിഷമാണ്. ഈ നിമിഷത്തിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ നിമിഷത്തിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു, ചെവിടുകൊണ്ട് കേൾക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ ചിന്തിക്കുന്നു. ഇതിൽ ഓരോന്നും ഓരോന്നും അടിമുടി അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിമിഷത്തിൻ്റെ വക്താവായ മനുഷ്യൻ എവിടെയാ വിഷമിക്കാൻ? ലതഹിനു വല തഹസനു. മനുഷ്യരെ, നിങ്ങൾ ദുഃഖിച്ചിരിക്കരുത്. ഇൻ കുന്തും മുഅ്മിനീൻ. ഈമാനുണ്ടോ? നിങ്ങൾ ദുഃഖിച്ചിരിക്കരുത്. ഇതാണ് ഇസ്ലാം ലൈഫ് സ്റ്റൈൽ പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയാണ്? ഈമാനുണ്ടോ? ലതഹിനു വല തഹസനു. ദുഃഖിച്ചിരിക്കരുത്. രോഗമുണ്ടോ? പ്രതിഫലം കിട്ടും. ദാരിദ്ര്യമുണ്ടോ? പ്രതിഫലം കിട്ടും. ഐശ്വര്യമാണോ? നന്ദി ചെയ്യൂ. ആസ്വദിച്ച് ജീവിക്കൂ മനുഷ്യരെ. ലതഹിനു വല തഹസനു ലഹുമുൽ ബുസ്റ. ഇതാണ് ഇങ്ങനൊരു ജീവിത വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ച അള്ളാഹു. ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാകുന്ന സമയത്ത് മനുഷ്യന് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം? അങ്ങനെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചൊരു അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. കൂട്ടുപിടിക്കാൻ അവനാണ് നല്ലത്. മഹാന്മാർ നോക്കൂ, കഴിഞ്ഞ കാലത്ത് റാത്തീബുകളൊക്കെ ബുദ്ധിശാലികളുടേതാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അള്ളാഹുവാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ, അള്ളാഹുവാണ് എൻ്റെ നോട്ടക്കാരൻ, അള്ളാഹുവാണ് എൻ്റെ സദാ എനിക്ക് ആശ്രയം തരുന്നവൻ, അള്ളാഹു എൻ്റെ കൂടെയാണ്. എല്ലാം തരുന്നവൻ അള്ളാഹു സർവ്വസമ്പൂർണൻ, അള്ളാഹു എന്നോട് കരുണയുള്ളവൻ, അള്ളാഹു എന്നോട് റഹ്മത്തുള്ളവൻ. ഈ ചിന്ത കൽബിൽ ഉറച്ചൊരു മനുഷ്യൻ എപ്പോഴും അവൻ സ്വസ്ഥനാണ്, എപ്പോഴും അവൻ സന്തോഷമുള്ളവനാണ്.
ഹ്യൂമൻ ബീയിങ്, മാനുഷികത, മനുഷ്യജീവിതം എന്നത് ഇത്രമേൽ അനുഗ്രഹീതമാണ്. ഈ അനുഗ്രഹീതമായ മനുഷ്യജീവിതത്തെക്കുറിച്ച് എപ്പോഴും മനസ്സിലിങ്ങനെ സെറ്റിൽമെൻറ്റ് വരുന്ന സമയത്ത്, മനസ്സിൽ അതിങ്ങനെ സ്ഥാപിക്കുന്ന സമയത്തുള്ളൊരു വിഷയം എന്താ? പലപ്പോഴും ഞാൻ ഇടക്കിടക്കൊക്കെ എടുത്തുദ്ധരിക്കാറുണ്ട്. പലരുടെയും പ്രശ്നം, ഇപ്പോൾ പുതിയ ലോകത്ത് നമ്മുടെ നല്ല കൂട്ടുകാർ, നല്ല ഇൻ്റലിജൻ്റായ കൂട്ടുകാർ ഫാഷനുകൾക്ക് അടിമപ്പെടുന്നത് പലപ്പോഴും എങ്ങനെയാണെന്നറിയോ? ഞാൻ മുടി ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ പുതിയ ലോകത്തോട്, ഈ പുതിയ ജനറേഷനോട് ഞാൻ ചേരൂല, അവരോട് ഞാൻ ഇണങ്ങിയവനാകൂല എന്ന തോന്നൽ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടതുപോലെ ക്ലിക്കാകൂല എന്ന തോന്നൽ. ഇവിടെ പ്രസക്തമായ സ്റ്റേറ്റ്മെൻ്റാണ്, നിങ്ങൾ അള്ളാഹുവിനെയാണോ കൂട്ടുപിടിക്കുന്നത്? ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം. ഉറക്കമോ തൂങ്ങിയ ഉറക്കമോ യാതൊരു അശ്രദ്ധയും വരാത്ത സമ്പൂർണനാണ് അള്ളാഹു. ഈ സമ്പൂർണനായ അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താ? ഇനി പരലോകത്തല്ലേ വിഷയം. പരലോകത്തെത്തുന്ന സമയത്ത് ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ ആവശ്യമായത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിംഗ് ശുപാർശയാണ് ശഫാഅത്ത്. ഈ ശഫാഅത്തിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടെന്താ? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവിടെ ശുപാർശ എങ്ങനെയാണെന്നറിയോ? ശുപാർശ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ, അവരോട് ബെസ്റ്റ് റിലേഷൻ, അവരോട് അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുക, അത് കീപ്പ് ചെയ്യുക. ഇതാണ് പിന്നെ ബുദ്ധിയുള്ളവരുടെ അടുത്ത സ്റ്റൈൽ. ദുനിയാവിലെ ജീവിതം ഉറച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഉറപ്പിക്കേണ്ടത് ആഖിറത്തിലെ ജീവിതമാണ്. ആഖിറത്തിലെ ജീവിതം ഉറപ്പിക്കുന്ന സമയത്ത് എന്ത് വേണം? നല്ല കൂട്ട് വേണം. ആ കൂട്ട് ആരോടാണ്? നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ തോട്ട് ലെവൽ എന്താ? നമ്മുടെ മുഅ്മിനീങ്ങളിലെ ഫസ്റ്റ് പേഴ്സൺ, ഒന്നാം വ്യക്തി, അശ്ശഖ്സുൽ അവ്വൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ, ആദിമ മനുഷ്യൻ അബുൽ ബഷർ, മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ അമ്പിയാക്കൾ, എല്ലാ ഔലിയാക്കൾ, എല്ലാ സ്വാലിഹീങ്ങൾ, നമ്മളെല്ലാം ഒന്ന്. ഞാൻ ആ കൂട്ടത്തിൽ ഒരുവൻ. ഇങ്ങനൊരു ഐക്യബോധം, ഇങ്ങനൊരു ഏകത, ഇങ്ങനൊരു ഒത്തുചേരൽ, ഇത് എവിടെയാ ഒരു മനുഷ്യന് വേറെ കിട്ടുക? ഇതിനേക്കാളും വലിയ ഫ്രണ്ട്ഷിപ്പ് വേറെ ഏതാ? ഫ്രണ്ട്ഷിപ്പിലെ റഖം വാഹദ്, ഒന്നാം നമ്പർ സ്റ്റൈൽ, ഫസ്റ്റ് സ്റ്റൈൽ ഇതാണ്. ഫ്രണ്ട്ഷിപ്പിലെ ബെസ്റ്റ് സ്റ്റൈൽ ഇതാണ്. എന്താ? ഞാൻ എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും കൂട്ടത്തിലെ അവരോട് ചേരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളിൽ ഒരുവൻ. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാ നല്ലവരും ഒന്ന്, അവരിലൊരുവൻ ഞാൻ. ഈ ചിന്താഗതി നൽകുന്നവന് അവൻ എപ്പോഴും ആരോട് ചേർന്ന് നിൽക്കണം? നല്ലവരോട് ചേർന്ന് നിൽക്കണം. നല്ലവരോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് സ്റ്റൈലാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു 20 പേരുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഞാനാണ് ഉസ്താദ് എന്ന് സങ്കല്പിക്കുക. 20 വിദ്യാർത്ഥികളുടെ ക്ലാസ്സാണ്. 2 മണിക്കൂറാണ് ക്ലാസ്. 2 പീരീഡാണ്. ഓരോ മണിക്കൂറുള്ള 2 പീരീഡാണ്. പീരീഡിന് ഇടയിൽ ഒരു 10 മിനിറ്റ് ഇൻ്റർവെൽ ഉണ്ട്. ഇൻ്റർവെല്ലിന് പുറത്തു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു ചായയും കടിയൊക്കെ കുടിച്ചിട്ട് വരാം. നോമ്പല്ല, ചായയും കടിയും കുടിച്ചിട്ട് വരാം. നിങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇതാ ലീഡർ ഇയാളാണ്, ലീഡറോട് ചോദിച്ചിട്ടേ പുറത്തൊക്കെ പോകാവൂ. ഇനി അന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി താഴെ ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ലീഡറോട് ചോദിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് ഞാൻ പുറത്തുപോയി. ബെസ്റ്റ് സ്റ്റുഡൻസിൻ്റെ സ്റ്റൈൽ എന്താ? പുറത്തു പോകണമെങ്കിൽ അവർ ഈ ലീഡറോട് ചോദിക്കും. അവന് തലക്കനുണ്ടാകൂല. എന്ത്? എന്നെപ്പോലെ തന്നെയല്ലേ ഇവനും, ഞാൻ അഡ്മിഷൻ എടുത്തതുപോലെ തന്നെ ഇവനും അഡ്മിഷൻ എടുത്തത്. ഇവനെന്താ ഒരു പ്രത്യേകത? ഉസ്താദിനെ ബഹുമാനിക്കാം, കൊള്ളാം, ഉസ്താദാണ്. അതേസമയത്ത് ഇവൻ എന്നെ പോലെയല്ലേ, ഇവനെ ഞാൻ എന്തിനു ബഹുമാനിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ മുത്തക്കബ്ബിറാൻ, അവന് രോഗമുണ്ട്. ഇവിടെ സത്യവിശ്വാസിയുടെ സ്റ്റൈൽ എന്താ? അത് മനസ്സിലാക്കി തരാൻ സൂറത്തുൽ മുനാഫിഖൂനിൽ മുനാഫിഖീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ലക്ഷണം വേർതിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. പൊറുക്കലിനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് വരണം? നബിതങ്ങൾ എടുത്തു വരിക, എന്നിട്ട് തങ്ങളോട് പറയുക, എന്നിട്ട് നബിതങ്ങൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാം. നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കണം. നമ്മൾ ഉസ്താദുമായിട്ട് ബന്ധം കുറവൊന്നുമില്ല, ഉസ്താദുമായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം ഉസ്താദ് പറയുന്നു, ഇതാ ഞാൻ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ലീഡറോട് ചോദിച്ചോളൂ, ലീഡറോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ലീഡർ ഇത് മുതൽ ഉസ്താദും ലീഡറും ഒരുപോലെയാണോ? അല്ല. പക്ഷേ
മറ്റുള്ള സ്റ്റുഡൻസിനേക്കാൾ ലീഡർക്കൊരു സവിശേഷത ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയത്ത് അവിടെ ഒരുത്തൻ അവൻ ഈ ലീഡറോടൊന്നും ചോദിക്കാതെ പുറത്തു പോകുന്നു. അവൻ ഈ ഉസ്താദിനെയാണ് സത്യത്തിൽ ലംഘിക്കുന്നത്. ഇത് സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു പഠിപ്പിച്ചു. ശരിക്കുള്ള വിശ്വാസി ആരാ? ആ വിശ്വാസിയുടെ സ്വഭാവം ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കേക്ക് വരീൻ, നമുക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമ്പോൾ തങ്ങളോടൊന്ന് പറയാം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളൊക്കെ അവിടെ അനുസരിക്കും. മുനാഫിഖീങ്ങൾ എന്ത് പറയും? ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂൻ, അവരാദ്യം തന്നെ തലതിരിക്കും. അവർ എന്ന് മാത്രമല്ല മറ്റുള്ളവരോട് പറയും ഉസ്താദിനെ അനുസരിക്കണം, അതേസമയത്ത് ലീഡറെ അനുസരിക്കുക. ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെയല്ലേ? ഇവിടെ മുനാഫിക്കുകൾ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുനാഫിക്കുകളുടെ പ്രയോഗം കാണാം. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഓക്കെ, അതേസമയത്ത് മുഹമ്മദിന് സുജൂദ് ചെയ്യേ, ഇതാണ് അവരുടെ പ്രയോഗം. സുജൂദ് എന്നാരും പറഞ്ഞിട്ടില്ല, സുജൂദ് ആരും ചെയ്യുന്നില്ല, സുജൂദിനാരും വിളിച്ചിട്ടില്ല, പക്ഷെ അവരുടെ പ്രയോഗം മുഹമ്മദിന് സുജൂദ് ചെയ്യേ. ഇവിടെ ഈമാനിൻ്റെ മാധുര്യം ഉൾക്കൊള്ളുന്ന സ്റ്റൈൽ എന്താണ്? മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ ശുപാർശ ചെയ്യുന്ന പലരും ഉണ്ട്. അതിൽ ഫസ്റ്റ് പേഴ്സണാണ്, ഒന്നാം വ്യക്തിയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ആഖിറത്തിലെത്തുമ്പോൾ നബി തങ്ങളുടെ ശുപാർശ അനുഭവിക്കണം. ഇനി അമ്പിയാക്കൾക്ക് ശുപാർശയുണ്ട്, ഉലമാഇന് ശുപാർശയുണ്ട്. ഹദീസുകളിൽ കാണാം, പണ്ഡിതന്മാർ അവരോട് പറയും നിങ്ങൾ കടക്കാനായിട്ടില്ല, പ്ലീസ് വെയിറ്റ്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്തേ? നിങ്ങളെ പിന്തുണച്ച് നിങ്ങളെ പിന്നാലെ കൂടിയ ഒരുപാട് പേരുണ്ട്, പലരും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നരകാവകാശികളാണ്. നിങ്ങൾ അവരെ റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിലേക്ക് കടത്തണം. ഖുർആൻ ഹിഫ്ളാക്കിയവർക്ക് ശുപാർശക്ക് അധികാരമുണ്ട് എന്ന് ഹദീസിൽ കാണാം. ഇങ്ങനെ പല രീതിയിൽ ശുപാർശകൾക്ക് അവസരമുണ്ട് എന്ന് കാണാം. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ചരിത്രം പറയുമ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറഞ്ഞിരുന്നു. മഹാനവറുകളുടെ ആദ്യകാലത്ത് മോശം പശ്ചാത്തലത്തിൽ ജീവിച്ചു പോരുകയും ദുനിയാവുമായി ബന്ധപ്പെട്ട, ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തു പോരുന്നതിനിടയിൽ ഒരു പെൺകുഞ്ഞുണ്ടാവുകയും പെൺകുഞ്ഞിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ ആ പെൺകുഞ്ഞ് മരണപ്പെട്ടു പോകുന്നു. ആ മരണപ്പെട്ടു പോയ പെൺകുഞ്ഞ് മരിച്ച് ദുഃഖിതനായി കിടന്നുറങ്ങുന്ന ആ അവശ നിലയിലുള്ള ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു, വലിയൊരു സർപ്പം, പ്രപഞ്ചത്തോളം വലിയൊരു സർപ്പം തനിക്കെതിരെ വരുന്നു. ആ സമയത്ത് വളരെ ദുർബലനായൊരു മനുഷ്യൻ ആ സർപ്പത്തിൻ്റെ എൻ്റെ ഇടയിലുണ്ട്. ഞാൻ അയാളടുത്ത് ഓടിച്ചെന്നു, മലിക് ദിനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഓടിച്ചെന്നിട്ട് അഭയം തേടുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ഈ സർപ്പത്തിൽ നിന്ന് നിന്നെ സേവ് ചെയ്യാൻ കഴിയില്ല, നീ അപ്പുറത്തെ പർവ്വതത്തിലേക്ക് ചെല്ല്. അദ്ദേഹം ഓടി ആ പർവ്വതത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ കുറേ കുഞ്ഞുങ്ങൾ കളിക്കുന്നു. ആ കളിക്കുന്ന കുഞ്ഞിൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരിച്ചുപോയ കുഞ്ഞ്, ആ കുഞ്ഞ് വാപ്പ എന്ന് പറഞ്ഞ് ഓടി വരുന്നു. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരിൽ നിന്ന് പഠിച്ചു മരിച്ചുപോയ, നേരത്തെ ഹദീസിലൊക്കെ പഠിപ്പിക്കപ്പെട്ടതാണ്, ചെറിയ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോവുകയും അതിൻ്റെ പേരിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് പരലോകത്ത് അവർ ശുപാർശകരാണ്. ഇങ്ങനെ ശുപാർശകൾക്ക് ധാരാളം അവസരമുണ്ട്. അല്ലാതെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, അവിടെ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല എന്ന് ചിന്തയോടെ ജീവിക്കുന്നവൻ അവൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് പറയുന്നത് എൻ്റെ ശുപാർശയ്ക്ക് ഇവരൊക്കെ മതി എന്നാണ്, എൻ്റെ ശുപാർശയ്ക്ക് ഇവർ മതി എന്നാണ്. മുശ്രിക്കീങ്ങൾ അത് പച്ചയിൽ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട നല്ല കൂട്ടുകാരോട് എനിക്ക് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ സന്ദർഭോചിതമായി ഒരു ഉണർത്തൽ നല്ലതാണെന്ന് തോന്നുന്നു. അതെന്താണെന്നറിയോ? നമുക്ക് നിയമം അറിയാം, ശരിയറിയാം, തെറ്ററിയാം, ഹറാമും ഹലാലും അറിയാം. എന്നിട്ട് പോലും പലപ്പോഴും പല ഫാഷനുകളുടെ പേരിലും നമ്മൾ ഹറാമുകൾ സ്വീകരിക്കുമ്പോൾ ജീവിത സാഹചര്യം കൊണ്ട് നമ്മളും പറയുന്നുണ്ട്, പടച്ചവനോട് നമ്മൾ പറയുന്നുണ്ട്, നിന്റെ നിയമം എനിക്ക് പുല്ലാണ്, എനിക്ക് ഈ ഫാഷനും ഈ ഫാഷൻ്റെ വക്താക്കളുമാണ് എല്ലാം എന്ന് സാഹചര്യം കൊണ്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ആ അപകടത്തെ നാം തിരിച്ചറിയണം, മുസ്ലിം ആകണം. ഇസ്ലാം ശരിയാണെന്നത് ഞാൻ തുടക്കത്തിലെ എൻ്റെ കുറഞ്ഞ ഭാഗത്തെ സംസാരത്തിൽ ഞാൻ ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശരി ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി മുസ്ലിം ആകണം. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല ഒരു മനുഷ്യൻ മുസ്ലിം ആകേണ്ടത്, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മുസ്ലിം ആകണം. പെരുന്നാൾ ആഘോഷിക്കേണ്ടത് മുസ്ലിമായിട്ടാണ്, കല്യാണം ആഘോഷിക്കേണ്ടത് മുസ്ലിമായിട്ടാണ്, വീട് കൂടേണ്ടത് മുസ്ലിമായിട്ടാണ്, കച്ചവടം ആഘോഷിക്കേണ്ടതും കച്ചവടത്തിൻ്റെ എല്ലാ രംഗവും കൊണ്ട് നടക്കേണ്ടത് മുസ്ലിമായിട്ടാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മുസ്ലിമാകാൻ കഴിയും. പഠിക്കണം, ആവശ്യാനുസരണം ആവശ്യമുള്ള മേഖലകൾ പഠിക്കണം. ഇത് അല്ലാതെ നിയമം അറിഞ്ഞതിന് ശേഷവും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്
ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ അവഗണിക്കുന്നത് അതൊരു തരം അപകടകരമായ ഒരു തെറ്റാണ്. അള്ളാഹു നമുക്കത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടെയുള്ള ഈ മഹാന്മാരല്ലാതെ വേറെ ആരെയാ നിങ്ങൾ അഭയം തേടുന്നത്? അങ്ങനെ ആരെയും അഭയം തേടിയിട്ട് കാര്യമില്ല. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹുവിൻ്റെ പരമാധികാരം കൊണ്ട് അള്ളാഹു പടച്ചതാണ് എല്ലാം. ആകാശം എത്രമേൽ വിശാലമാണ്! ആകാശത്തെക്കുറിച്ച് പ്ലാനറ്റോറിയത്തിൽ പോയി ആ പഠനമൊക്കെ കണ്ട് എല്ലാ കൗതുകങ്ങളും ഇങ്ങനെ ആ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ഇത്ര നിങ്ങൾ കണ്ടിരിക്കുന്നത്, അതായത് സൂര്യനും ഈ നമ്മളറിയാവുന്ന ഈ വലിയതെല്ലാം വലിയൊരു ഗാലക്സിയിലെ ഒരു നക്ഷത്ര കുടുംബത്തിലെ ചെറിയ ഒന്ന് മാത്രമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഇതെല്ലാം ഉള്ളതിൻ്റെ 3% പോലും ആയിട്ടില്ല. ഇതെല്ലാം ഉള്ളതിൻ്റെ 3% പോലും ആയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലഹു മാഫിസ് സമാവാത് വമാഫിൽ അർള്, ഇതിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ പരമാധികാരം കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചതാണ്. വസ്സമാ ബനൈനാഹ ബി ഐദിൻ, ആകാശം നാം പടച്ചതാണ്. അള്ളാഹുവിൻ്റെ ഒരു അവകാശവാദം നോക്ക് നിങ്ങൾ. വസ്സമാ ബനൈനാഹ ബി ഐദിൻ, അത് നമ്മുടെ പവർ അറിയിക്കാൻ പടച്ചതാണ്. നിങ്ങൾ പ്ലാനറ്റോറിയത്തിൽ പോയി കണ്ടാൽ ആ പ്ലാനറ്റോറിയത്തിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ 1000 മടങ്ങ് ശക്തമായി നിങ്ങളോട് പറയും വസ്സമാ ബനൈനാഹ ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ. ആ ആകാശലോകത്തിന് വീണ്ടും വിശാലത നൽകുന്നത് നമ്മളാണ്. വൽ അർള ഫറശ്നാഹ ഫനിഅമൽ മാഹിദൂൻ, ഈ ഭൂമിയിലെ കൗതുകകരമായ ഭൂമിയുടെ ഘടന സ്ഥാപിച്ചത് നമ്മളാണ്. ഭൂമി ഗോളാകൃതിയിലാണ്, പക്ഷേ നമുക്കിങ്ങനെ നേരെ നടക്കാം, നേരെ നടന്ന് പോകാം. ഭൂമി ചലിക്കുന്നു, പക്ഷെ നമുക്ക് പ്രയാസമില്ല. വൽ അർള ഫറശ്നാഹ ഫനിഅമൽ മാഹിദൂൻ, തൊട്ടിൽ കണക്കെ മനുഷ്യന് പ്രയാസമില്ലാത്ത ചലനം ഭൂമിക്ക് ഭൂമിക്ക് നൽകിയത് ഏകിയത് അള്ളാഹുവാണ്. ഇത് പടച്ചിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ആളാകണം. ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആളാകണം. ഇങ്ങനെ അറിഞ്ഞല്ലാഹുവിൻ്റെ ആളാകുന്നതിന് പറയുന്നതാണ് ഈമാൻ. അത് അറിഞ്ഞ് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ ഒരു സഞ്ചാര പദമാണ് ജീവിതത്തിലെ ഈമാനിൻ്റെ ഘട്ടങ്ങൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ധാരാളം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം അവിടെ നിന്നാണ് ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിൽ നിറഞ്ഞ് അങ്ങനെ അള്ളാഹുവിൻ്റെ വക്താവാകുന്ന സമയത്ത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട സാധനമൊന്നുമല്ലത്. ആരെയും നിർബന്ധിച്ചിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ശരിയും തെറ്റുമൊക്കെ കണ്ണ് തുറന്നിരുന്നാൽ ആർക്കും കാണാം. ശരിയും തെറ്റും കണ്ണ് തുറന്നാൽ എല്ലാവർക്കും കാണാം. ഹൃദയത്തിൻ്റെ കണ്ണുകൂടി ഒന്ന് തുറക്കണം. ഇവിടെ എന്ത് ചെയ്യണം? ഫമയക്ഫുർ ബിത്വാഗൂത്ത്, ഈ അനാവശ്യങ്ങൾക്കുള്ള വഴങ്ങലുകളിൽ നിന്ന് നിങ്ങൾ മോചിതരാകണം. ഫാഷൻ അടിമപ്പെടുമ്പോൾ നിങ്ങൾ ഏതോ പിശാചിനെ അടിമപ്പെടുന്നു, പിശാചിന് വഴങ്ങുന്നു. നിങ്ങൾ ഹറാമുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പിശാചിന് വഴങ്ങുന്നു. ആ പിശാചിനെ ആദ്യം നിങ്ങൾ അവിശ്വസിക്കണം, കൈവെടിയണം. ഫമയക്ഫുർ ബിത്വാഗൂത്ത്, എന്നിട്ട് വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിലേക്ക് വരണം. എന്നാൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, എങ്കിൽ നിങ്ങളൊരുറച്ച പിടിവള്ളിയിൽ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ലം ഫിസാമ ലഹാ, പിന്നെ നിങ്ങളെ ഒരു യുദ്ധങ്ങൾക്കും ഭീതിപ്പെടുത്താൻ കഴിയില്ല. യുദ്ധം നടന്ന് മുഴുവനും നശിച്ചു പോയാൽ എന്ത് സംഭവിക്കും? നാം വിശ്വാസിയാണെങ്കിൽ നമുക്ക് അള്ളാഹു ഒരുക്കിയ സ്വർഗലോകത്തേക്ക് നാം വേഗമെത്തും. ഭയപ്പെടണോ? ലം ഫിസാമ ലഹാ. രോഗം വന്നാൽ മാക്സിമം എന്ത് സംഭവിക്കും? ഏറ്റവും കൂടിയാൽ മരിക്കും. മരിച്ചാൽ എന്ത് സംഭവിക്കും? നാം അള്ളാഹുവിൻ്റെ ലോകത്തെത്തും. നഷ്ടമുണ്ടോ? ലം ഫിസാമ ലഹാ. ഈ പരിപൂർണനായ അള്ളാഹുവിൽ അഭയം തേടുന്നതിന് പറയുന്നതാണ് ഈമാൻ. അമ്നുണ്ടാക്കുക, നിർഭയത്വം ഉണ്ടാക്കുക, സുരക്ഷിതത്വം ഉണ്ടാക്കുക, ഇതാണ് ഈമാൻ. ഈ ഈമാൻ ഒരു വിശ്വാസിയുടെ അത്യന്താപേക്ഷിതമായ ഒരാവശ്യമാണ്. ഈമാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലുള്ളൊരാവശ്യമാണ് ഈമാൻ. അമ്ന്, നിർഭയത്വം.
ഈ നിർഭയത്വം നിരന്തരം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈമാൻ. ആ ഈമാൻ ഒരു മനുഷ്യൻ്റെ വളരെ അനിവാര്യമായ ഒരു ആവശ്യമാണ്. ഇത് കിട്ടിയാൽ പിന്നെ അത് അഫോമേറ്റീവായി കൊണ്ട് നടക്കണം. എന്ന് പറഞ്ഞാൽ ഇട്ടുറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് കൊണ്ട് നടക്കണം. ഈമാൻ അങ്ങനെയാണ്, ഖൽബ് അങ്ങനെയാണ്, ഹൃദയത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കോൺഷ്യസ് ആണ്. കഴിഞ്ഞ ദിവസം 1-ാം ദിവസം നമ്മൾ സംസാരിച്ചു. അതിൽ നാം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട്, ആ ഒരു സംസാരം കേട്ടതിന് ശേഷം നിസ്കരിക്കാൻ നല്ല സുഖം കിട്ടിയെന്ന് പറയാറുണ്ട്. അത് കോൺഷ്യസ്ലി ആണ്. കോൺഷ്യസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൈൻഡ് 2 പാർട്ടാണ്, മനസ്സ് 2 ജുസ് ആണ്. അതിലെ ഒരു ജുസ് ആണ് ഈ ബോധമനസ്സ്. ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത് കോൺഷ്യസ്ലി ആണ്, ബോധമനസ്സുകൊണ്ടാണ്. അതേസമയം നമ്മൾ അറിയാതെ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട് ബോഡി ലാംഗ്വേജ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളറിയാതെ ഒരാളെ കൊണ്ട്, ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചെന്ന് കരുതുക. ആ ഫോട്ടോ എടുപ്പിച്ചിട്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ കോൺഷ്യസ്ലി 100% അല്ലെങ്കിൽ 90% എൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ സമയത്തെക്കുറിച്ച് നിങ്ങളുടെ ശരീരം സംസാരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ കൈ ചലിക്കുന്നത്. നിങ്ങളാരും നിങ്ങളെ കൈ ചലിക്കുന്നത് അറിയുന്നുണ്ടോ? ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഇരുത്തത്തിൻ്റെ ഷേപ്പിനെ കുറിച്ച് നിങ്ങൾ അവെയറാണോ? നിങ്ങൾ ഏത് സ്റ്റൈലിലാണ് ഇരുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? സത്യത്തിൽ നിങ്ങളിൽ പലരും ഞാനിപ്പോൾ പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് നിങ്ങൾ ഏത് ഷേപ്പിലായിരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ ഷേപ്പ് നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ഈ അൺകോൺഷ്യസ് അഥവാ ഉപബോധ മനസ്സിനെ കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട്. ഉപബോധ മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ നിങ്ങളിലുണ്ടായ എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്ത് ഒന്നുപോലും മറക്കാതെ കൊണ്ടു നടക്കുന്നതാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്. ഈ ഉപബോധ മനസ്സിന് മറവിയൊന്നുമില്ല, അത് സ്റ്റോറേജ് ഫുള്ളാണ്. മറവി എന്ന് പറയുന്ന സാധനം ഇവിടെ മാത്രമാണ്, കോൺഷ്യസിൽ മാത്രമാണ്. ഈ ബോധ മനസ്സിൽ മാത്രമേ മറവിയുള്ളൂ. ഉപബോധ മനസ്സിൽ എല്ലാ സ്റ്റോറേജും ഉണ്ട്. ഈ ഉപബോധ മനസ്സിലും കൂടെ ഈമാൻ കടക്കണം. അതിനെന്ത് വേണം? അഫർമേറ്റീവ് മോഡ്. എന്താ അഫർമേറ്റീവ് മോഡ്? രാവിലെ സുബഹിക്ക് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിച്ചു. ളുഹറിന് പിന്നെയും പ്രഖ്യാപിക്കണം, അസ്റിന് പിന്നെയും പ്രഖ്യാപിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് നിരന്തരം പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്റ്റൈൽ എന്താണ്? നമ്മൾ നിസ്കരിക്കുന്ന സമയത്തുള്ള പ്രഖ്യാപനമാണ് ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ ആദ്യം നിന്നു, നേരെ സ്ട്രൈറ്റ്, അതിനുശേഷം കുനിഞ്ഞു, അതിനുശേഷം എഴുത്തിദാലിലേക്ക് വന്നു, വീണ്ടും നിങ്ങൾ സുജൂദിലേക്ക് വന്നു, സുജൂദിൽ വന്ന് ഇടയിലെ ഇരുത്തത്തിൽ വന്നു, വീണ്ടും സുജൂദിലേക്ക് പോയി, അതിനുശേഷം വീണ്ടും ഒരു റക്കയത്ത് അങ്ങനെ പൂർത്തിയാക്കിയതിന് ശേഷം 2ാമത്തെ റക്കയത്തിൽ ഈ ഇരുത്തത്തിൽ വന്നപ്പോഴാണ് എന്ത് പറഞ്ഞത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനാണ് അഫർമേറ്റീവ് എന്ന് പറയാം. ശരീരത്തിൻ്റെ ഈ ഓരോ ഷെയ്പ്പിലുള്ള ആരാധനകൾ നിർവഹിച്ചു. റുക്കൂ ഒരു ആരാധനയാണ്, സുജൂദ് ഒരു ആരാധനയാണ്, എഴുത്തിദാൽ ഒരു ആരാധന, ഖിയാം ഒരു ആരാധനയാണ്. ഇങ്ങനെ ഓരോ ആരാധനകളുടെ വലിയൊരു ലോകം, സ്റ്റേഷനുകൾ, ഇതെല്ലാം കഴിഞ്ഞു വന്നിരുന്നിട്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇവിടെ നിസ്കാരത്തിൻ്റെ മർമ്മപ്രധാനമായ ചില ചേരുവകൾ നാം മറക്കരുത്. തഖശ്ശുഅ്, ഖശിയത്ത്, ഖശിയത്ത്, ഖുശൂഅ്, ഇത് രണ്ടും നിസ്കാരത്തിലെ വളരെ അഭിവാജ്യമായ ഘടകമാണ്, മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകമാണ്. ഖുശൂഅ് നിരന്തരം നമ്മൾ ഡിസൈൻ ചെയ്യണം, മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു തവണ നമ്മൾ പള്ളിയിലേക്ക് കടക്കുമ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് പടച്ചോനെ ഈ കടക്കുന്ന അതേ അവസ്ഥയിൽ ഇറക്കല്ലേ പടച്ചോനെ, ഒന്ന് കബൂലാക്കിയിട്ട് ഇറക്കണേ. ഇങ്ങനെ എല്ലാ തവണയും നിസ്കാരത്തിലേക്ക് കടന്നിറങ്ങുമ്പോഴും അങ്ങനെ തന്നെ പടച്ചോനെ ഇത് ഈ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അത് തുടങ്ങിയ പോലെ തന്നെ ആക്കല്ലേ, ഒന്ന് എനിക്കൊരു സിയാദത്ത് അത് തരണേ. ഈ മാനസികാവസ്ഥ മനുഷ്യൻ്റെ കൽബിൽ തത്തിക്കളിക്കണം. അതാണ് ഖുശൂഅ്. ആ ഖുശൂഅ് മിനൽ ബിദായത്തി ഇലൻ നിഹായ, ബിഗിനിങ് ടു എൻഡ്, തുടക്കം മുതൽ അവസാനം വരെ വേണം. ഇനി അഥവാ അതിന് പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ലെവലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, മാക്സിമം ലെവലിൽ വീണ്ടും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി പ്രഖ്യാപിക്കുമ്പോൾ അത് കൽബിന് ടിടിക്കും. കൽബിലെ മറുവശത്തുള്ള അഴുക്കുകൾ, ആ അഴുക്കുകൾ കൽബിൽ നിന്ന് പുറത്തേക്ക് പോകും. കൽബിൽ ഈ നൂർ ഇടിച്ചു കയറും. അങ്ങനെ ഇടിച്ചു കയറിയൊരു മനുഷ്യൻ നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഖം,
ഇനി ഒരു ഹറാമ് വേണ്ട, ഇനി ഒരു അനാവശ്യം വേണ്ട. ഇതിങ്ങനെ നിരന്തരം വേണം മനുഷ്യന്. അങ്ങനെ കൊണ്ട് നടക്കുന്നതിനാണ് അഫർമേറ്റീവ് എന്ന് പറയുന്നത്. ഇനി റമദാൻ ആയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ധാരാളം ചൊല്ലുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ട്യൂൺ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ദിക്റുകളൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നിസ്കാരത്തിൻ്റെ ദിക്റുകൾക്കെല്ലാം, നിസ്കാരത്തിലുള്ള ശേഷമുള്ള ദിക്റുകൾക്കെല്ലാം ട്യൂൺ ഒരു മീനിങ് ഉള്ളതാണ്. ട്യൂൺ ഒരു മീനിങ് ആണ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊരു ശൈലിയാണ്. അതേസമയം നിങ്ങൾ ഷാദുലിയാക്കളൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ചലനത്തിനനുസരിച്ച് പ്രകൃതിയും അവരുടെ കൂടെ ചലിക്കും. അത്രമേൽ ശക്തമാണ് അല്ലേ ആ ഒരു ടോൺ മീനിങ്. ആ ടോണിൻ്റെ കൂടെ സെറ്റ് ചെയ്യണം. അതുപോലെ ഒറ്റയ്ക്ക് നമ്മൾ ഈ ധാരാളം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അതിങ്ങനെ ഇടിക്കണം നാവിനിട്ടിട്ട്. നാവിൽ നിന്ന് ഇടിക്കുമ്പോൾ കൽബിലേക്ക് ചെന്ന് കയറും. അത് നാവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, നിരന്തരം ഇടിക്കുമ്പോൾ. പക്ഷെ ശ്രദ്ധിക്കണം, ചെറിയൊരു പോയിന്റ് ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് മഖ്റജുകളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ മഖ്റജൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ജീവിതത്തിലുടനീളം ദിക്റുകൾ കൊണ്ട് നടക്കുന്ന സമയത്ത് തദബ്ബുറുൽ മഅനയിലേക്ക് മാറണം. അദ്കിയായിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, തദബ്ബുറുൽ മഅന, അതെന്തു വേണം? ഖൽബ് ശുദ്ധിയാകാൻ വേണം. എന്താ തദബ്ബുറുൽ മഅനയിലെ നല്ല വശങ്ങൾ? ഇപ്പം നമ്മൾ നിസ്കാരത്തിൽ ദിക്റ് ചൊല്ലുമ്പോൾ പടച്ചോന് ഇഷ്ടപ്പെട്ട, പടച്ചോൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവനാകാൻ കാരണമാകുന്ന ദിക്റ് ചൊല്ലുന്നു എന്ന് കരുതിയാൽ മതി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഈ സുബ്ഹാനല്ലാഹ് അത് ഖൽബിൻ്റെ ഒരു കീവേഡാണത്. മഹാന്മാർ അവർ ജീവിതത്തിൽ തന്നെ സ്വർഗം പുൽകി. അങ്ങനെ സ്വർഗം പുൽകിയ മഹാന്മാർ അവരുടെ ഖൽബ് ലംഘിയപ്പോൾ നാവിൽ ഒഴുകിയ ദിക്റ് കൂടിയാണ് സുബ്ഹാനല്ലാഹ്. നമ്മൾ അവരെ ഫോളോ ചെയ്യാൻ സുബ്ഹാനല്ലാഹ്. ഈ ഫോളോയിങ് ആണ് എന്ത്? നമ്മുടെ ഈ ദിക്റുകളെല്ലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അങ്ങനെ ദിക്റുകളെ ഈമാൻ സൃഷ്ടിക്കാൻ, ഈമാൻ ശക്തമാക്കാൻ ആവർത്തിച്ചുപയോഗിക്കുന്നതിനാണ് അഫർമേറ്റീവ് മോഡ് എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, റുക്കോയിൽ ഒരു വട്ടം പോരെ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, എന്തിനാ 3 വട്ടം? അത് കഴിഞ്ഞ് സുജൂദ് പോയി, അതന്നെയാണ് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. സംതിങ് അത്ര വ്യത്യാസമുള്ളൂ. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, അത്യുന്നതനായ എൻ്റെ റബ്ബിൻ്റെ പവിത്രതയെ ഞാനിതാ പ്രഖ്യാപിക്കുന്നു. മഹാനായ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, മഹാനായ അള്ളാഹുവിൻ്റെ പവിത്രതയെ, ആ പരിശുദ്ധിയെ ഞാൻ പ്രഖ്യാപിക്കുന്നു. അത്ഭുതത്തോടെ പ്രഖ്യാപിക്കുമ്പോഴാണ് സുബ്ഹാൻ. നേരെയുള്ള ഫിഅലിന് പകരം അത്ഭുതപൂർവ്വം പ്രഖ്യാപിക്കുന്നതാണ് സുബ്ഹാൻ. ഈ സുബ്ഹാനല്ലാഹി പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് ഖൽബിലേക്ക് ഈ ഉണ്ടായ ഈമാൻ, അതായത് എൻ്റെ പ്രിയപ്പെട്ട റബ്ബ്, ആ പ്രിയപ്പെട്ട റബ്ബിനെ ഖൽബിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഫർമേഷനാണ് ശരിക്കും ദിക്റുകളെല്ലാം. അത് ഖൽബിലിട്ട് ഇങ്ങനെ അടിച്ചുറപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഇഷ്ടത്തോടെ ചൊല്ലണം ദിക്റുകൾ, ആസ്വദിച്ച് ചൊല്ലണം ദിക്റുകൾ. അങ്ങനെ ദിക്റുകൾ ചൊല്ലി നിസ്കാരത്തിൽ കടന്നു. നിസ്കാരമൊക്കെ എങ്ങനെയാ? നിസ്കാരത്തിൽ ഓരോ നിസ്കാരവും നമ്മൾ മിനിയാന്ന് പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഓരോ നിസ്കാരത്തിലും ഇതിങ്ങനെ പടച്ചോനെ, ഏത് മനുഷ്യനാണെങ്കിലും, ഉസ്താദാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും തങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവരുടെയും മൈൻഡിൽ നമ്മുടെ അള്ളാഹു ഒരുവനാണ്, നമ്മുടെ റബ്ബ് ഒരുവനാണ്, നമ്മുടെ റബ്ബ് ശക്തനാണ്, നമ്മുടെ റബ്ബാണ്, എൻ്റെ റബ്ബാണ്. ആ റബ്ബിലേക്ക് ഞാൻ തിരിയുന്നു. പടച്ചോനെ എന്നെ സ്വീകരിക്കണേ. ഈ ദുആ കൂടെ ഇങ്ങനെ കളിക്കണം, കൂടെ ഇങ്ങനെ ഒഴുകണം. ഈ ഒഴുകുന്നതിനെ കുറിച്ചാണ് അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്തിൽ ഇങ്ങനെ മുഖായിട്ട് ദുആ ചേരണം. നിരന്തരം ഇബാദത്തിൻ്റെ ഉള്ളിൽ ദുആ ഉണ്ടാകണം. ഇപ്പോൾ ഖുർആൻ ഓതുകയാണ്, പടച്ചോനെ ഈ ഖുർആൻ എൻ്റെ ശുപാർശകനാക്കി തരണേ. നമ്മളൊരു ദിക്റിൻ്റെ സദസ്സിലിരുന്നു, പടച്ചോനെ ഇതെൻ്റെ ശുപാർശകനാക്കി തരണേ, ഇതെനിക്ക് ഫലമാക്കി തരണേ. ഇത് ഖൽബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴുകണം. അതാണ് മുഅ്മിനിൻ്റെ സിറാണത്, മുഅ്മിനിൻ്റെ ആയുധമാണത്.
ഇങ്ങനെ ഖൽബിൽ ഈമാൻ ഉറപ്പിക്കുന്ന ഒരു ചലനമായിരിക്കണം ജീവിതത്തിലെ എല്ലാ ഇബാദത്തുകളും, പ്രത്യേകിച്ച് ദിക്റുകൾ. ഈ ദിക്റുകളൊക്കെ ഈമാൻ ഖൽബിനിട്ട് ഉറപ്പിക്കാൻ പോകുന്ന ഒരു അഫമേഷനായി അഥവാ ഒരു ടൂളായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ സബ് കോൺഷ്യസിന് കൂടി ഫലിച്ച് കിട്ടിയാൽ പിന്നെ എല്ലായ്പ്പോഴും ദിക്ർ ഇങ്ങോട്ട് തുളുമ്പും. യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ട് ആവേശം മുത്താൽ യാ മുഹമ്മദ്, എന്തേ? അള്ളാഹു എന്നതിലേക്ക് ആ മഹാന്മാർ കണ്ട ഏറ്റവും വലിയ വസീല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവരതാണ് വിളിക്കുക, അള്ളാഹു, മുഹമ്മദ്. ഇത് നമ്മുടെ ഒഴുക്കിൻ്റെ പ്രധാന വേരിയേഷനുകളിലെല്ലാം, ഓളങ്ങളുള്ള ലൈഫിൻ്റെ ഓളങ്ങളിലെല്ലാം റിട്ടേൺസ് വരാൻ തുടങ്ങും, തിരിച്ചു വരാൻ തുടങ്ങും. അങ്ങനെ തിരിച്ചു വരുന്നതിന് നല്ല ശുദ്ധി വന്നാൽ അവസാനം അസ്റായീലിനെ കാണുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതാസ്വദിച്ചും പറഞ്ഞ് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. അള്ളാഹു അങ്ങനെ മനസ്സിലേക്ക് ഈമാനിൻ്റെ നൂറിനെ, മാധുര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ, കബൂൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് പ്രേരകമാകുന്ന, അതിന് മുസായിദാകുന്ന, അതിന് ഹെൽപ്ഫുള്ളാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആരാധനകളെയും എല്ലാ നിസ്കാരങ്ങളെയും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറയോടടുത്തു. നമുക്ക് ദലായിലുൽ ഖൈറാത്ത് ഇവിടെ ഇപ്പോൾ ചൊല്ലും. അത്തരം നല്ല കാര്യങ്ങളിലൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് പങ്കുചേരാൻ കഴിയും. ഈ പള്ളിയുടെ ഒരു സവിശേഷതയാണ് എല്ലാ സമയങ്ങളിലും ഇബാദത്ത്, വളരെ പ്രൊഡക്റ്റീവായ ഇബാദത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വല്ലാത്തൊരു അനുഗ്രഹീതമായ ഇടം. രാവിലെ സുബഹി മുതൽ ഓരോ ഘട്ടങ്ങളിലും പഠനങ്ങൾ, ഖുർആൻ പാരായണം, ബുറുദയുടെ സദസ്സ്, ദിക്റിൻ്റെ സദസ്സ്, ഇങ്ങനെ സദസ്സുകൾ. ഇനിയിപ്പോൾ തൊട്ടടുത്ത നിമിഷം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രതയുള്ള ഒന്നാണ് നോമ്പ് തുറക്കുന്ന ഒരു നോമ്പ് തുറയുടെ സദസ്സ്. ആ ഇഫ്താറിൻ്റെ സദസ്സ്, ആയിരക്കണക്കിന് മനുഷ്യന്മാർ, ഒരുപാട് പേരതിൽ സ്വാലിഹ്യങ്ങളുണ്ടാകും, നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടാകാം. അങ്ങനെ ആയിരങ്ങൾ സംഗമിക്കുന്ന ഇഫ്താറിൻ്റെ സദസ്സ്. ഇങ്ങനെ എല്ലാം ആയി ഇനി രാത്രി ഒരു 10-11 മണി വരെ നല്ല, ഇനി ഇത് കഴിഞ്ഞ് തറാവീഹ്. ഒരുപക്ഷെ ഏതൊരു മനുഷ്യനും ഖൽബിൽ അല്പം ഈമാനുള്ളൊരു മനുഷ്യൻ ആസ്വദിച്ച് നിന്നുപോകും. അങ്ങനെ ഖിറാത്ത്, ഏകദേശം ഒരു ജുസുഓളം ഖുർആൻ നല്ല ഈണത്തിൽ, നല്ല തഖ്വയിൽ, നല്ല ശാന്തസുന്ദരമായ ശ്രവണസുന്ദരമായ ശബ്ദത്തിൽ, ഈണത്തിൽ, താളത്തിൽ ആ ഖുർആനിൻ്റെ ഈരടികൾ ചേർന്നുള്ള നിസ്കാരം, സുജൂദ്, ദൈർഘ്യമേറിയ 1 മണിക്കൂറോളം ദൈർഘ്യമേറിയ നല്ല സന്തോഷ നിമിഷം, ആസ്വാദന നിമിഷം. ജീവിതത്തിൽ പലപ്പോഴും തറാവീഹ് നിസ്കാരങ്ങൾ ചിലയിടത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നിസ്കരിക്കും. അതിൻ്റെ സുഖവും ഇതിൻ്റെ സുഖവും ഒന്ന് തിരിച്ചറിയണം. അതൊരു വ്യത്യസ്തം തന്നെയാണ്. അങ്ങനെ നിറഞ്ഞ സദസ്സ് അവസാനം വിത്രിയുടെ മദ്ഹിൻ്റെ കാവ്യങ്ങൾ ചൊല്ലി ദുആ ചെയ്യുന്ന സദസ്സിലേക്ക് അവസാനിക്കും വിധം എല്ലാ ദിവസവും, ഇനി റമദാനായാലും റമദാൻ അല്ലാത്ത കാലയളവിലൊക്കെ ഇങ്ങനെ ആസ്വാദനങ്ങൾ നിറഞ്ഞ ഒരു മണ്ണാണ് ഇവിടെ. എല്ലാ നാളിലും ഞായറാഴ്ച അസ്തമിക്കുന്ന സമയം അഥവാ തിങ്കളാഴ്ച രാവിലെ വന്നാൽ എല്ലാ ദിവസവും റമദാൻ അല്ലാത്ത കാലത്ത് ഇവിടെ ബുർദയുടെ സദസ്സുണ്ടാകും. അതുപോലെ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടാകും. എല്ലാ നല്ല നല്ല സമയങ്ങളിലെല്ലാം ഈ നല്ല സദസ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു സദസ്സ്, നല്ലൊരു മണ്ണ്. അള്ളാഹു ഇതിനെല്ലാം സബബായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുകയും ഇതിന് നേതൃത്വം വഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇതിന് നേതൃത്വം നൽകുകയും ഖിദ്മത്ത് ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് ദുആക്ക് ഉത്തരവുള്ളൊരു സദസ്സായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ തെറ്റുകൾക്കൊക്കെ നീ മാപ്പ് തരണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ സർവ്വതും നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബിൽ ഈമാനിൻ്റെ നൂറ് നീ ധാരാളമായി വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. കുഫ്ർ, ബിദ്അത്ത്, ലലാലത്തിൽ നിന്ന് ഞങ്ങളെ എന്നും നീ സംരക്ഷിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്, സഹായം നൽകണേ അല്ലാഹ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിശ്വാസികൾക്ക് നീ സഹായം നൽകണേ റഹ്മാനെ. അവിശ്വാസികൾ, പ്രത്യേകിച്ച് അക്രമത്തിൻ്റെ വഴിയിൽ മുസ്ലിമീങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുന്നവരെ പൂർണ്ണമായി നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് സഹായിയാകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾ, വീട്, വിവാഹം, പഠനം, ജോലി
പലതിലും ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. ഈ പള്ളിയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ വ്യത്യസ്ത ആവശ്യങ്ങൾ മനസ്സിൽ കരുതി ചെറുതും വലുതുമായ സംഖ്യകൾ നൽകി ഈ പള്ളിയുടെ ഖിദ്മത്തുകൾക്ക്, ഈ പള്ളിയുടെ പരിപാലനങ്ങൾക്ക് വേണ്ടി സഹായിച്ചവർ. അല്ലാഹുവേ, എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ ജീവിതാവശ്യങ്ങളിലെല്ലാം നീ സഹായിയാകണേ അല്ലാഹുവേ, ഞങ്ങളെ ഈ ജീവിതം എണ്ണിത്തീർത്ത് തിരിച്ചു വിളിക്കുന്ന സമയമാകുമ്പോൾ കാമിലായ ഈമാനോടെ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ നീ സഹായിക്കണേ എല്ലാം തന്ന നിന്നെ കാണണമെന്ന ആശയോടെ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബം, റബ്ബേ ദീനിൻ്റെ ഖിദ്മത്തിൻ്റെ വഴിയിൽ ഞങ്ങളോട് ഒന്നിച്ച് ചേർന്ന് നിന്ന ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. റബ്ബേ, ജീവിതത്തിലും അവസാന സമയവും നീ ഞങ്ങൾക്ക് സഹായിയാകണേ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളെ ഇതുപോലെ ഇതിലേറെ ആഹ്ലാദത്തോടെ ഒരുമിച്ച് കൂടാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദിൻ്റെ കീഴിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ആഖിറത്തിൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഇടം തരണേ നരകം കൊണ്ട് ഞങ്ങളിൽ ആരെയും നീ ശിക്ഷിക്കരുതേ റഹ്മാനെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചോനെ, എന്തെങ്കിലും അപാകതകളുള്ളതിൻ്റെ പേരിലോ ശ്രദ്ധക്കുറവുള്ളതിൻ്റെ പേരിലോ ഇവൻ എന്നെ അവഗണിച്ചു എന്ന് റമദാൻ പറയുന്ന രീതിയിൽ ഞങ്ങളാക്കരുതേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.